തേങ്ങാപ്പാലാണത്. അതായത് ഇനി നമുക്ക് തേങ്ങ പൊളിക്കേണ്ട, ചിരവേണ്ട, സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ പറയാറ്. ഇതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്ന മെഷീൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ട്രേകളിലാക്കിയിട്ട് അടുക്കി വെക്കും. ഇത് നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലൊരു 48 to 49.5% വരെ ലോറിക് ആസിഡാണ്. ഈ സെയിം ലോറിക് ആസിഡ് തന്നെയാണ് അമ്മയുടെ മുലപ്പാൽ. നാളികേരത്തിൽ നിന്നുള്ള വിവിധമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നാളികേരാധിഷ്ഠിതമായ വ്യവസായം. ഒരു 8 വാല്യൂ ആഡഡ് പ്രോഡക്ട്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു തീരദേശ മേഖലയായ ഏങ്ങണ്ടിയൂരാണ് നമ്മുടെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. വളരെ നല്ല നാളികേരമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ലോക്കലായിട്ടുള്ള ഡൊമസ്റ്റിക് ഫാമേഴ്സിൻ്റെ നിന്നാണ് നമ്മൾ നാളികേരം പർച്ചേസ് ചെയ്യുന്നത്. നല്ല കാമ്പുള്ള, നല്ല ഓയിൽ കണ്ടൻ്റ് ഉള്ള, നല്ല വീതി നോക്കിയാൽ നമുക്കറിയാം. ചിരട്ട കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് നോക്കിയാൽ നമുക്കറിയാം. അത്രയും നല്ല ക്വാളിറ്റിയുള്ള നാളികേരമാണ് ഇവിടുത്തത്. ഈ നാളികേരത്തിൽ നിന്നാണ് നമ്മൾ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡീഷെല്ലിങ്, അതായത് ചിരട്ട പൊട്ടിക്കുന്നത്. അത് നമ്മൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. മെഷീൻ യൂസ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്, ചെറിയ ഉളി വെച്ചിട്ടും നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ മെഷീൻ വെച്ചിട്ട് ഡീഷെല്ലിങ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഈ പറയുന്ന പീലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാനുവലിയാണ് ചെയ്യുക. ഇതേപോലെ വരും നാളികേരം, വൈറ്റ് ബോൾ മാതിരി വരും. ഇത് പീല് ചെയ്താൽ കിട്ടുന്നത്. ഇതാണ് നമ്മൾ പിന്നീട് പൊടിച്ചിട്ട് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് നമ്മൾ കാണിക്കുന്നത്. പീൽ ചെയ്ത കോക്കനട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് വാഷ് ചെയ്യണം. ആദ്യം ടാപ്പ് വാട്ടറിൽ 2 പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യും. അതിനുശേഷം 3ാമത്തെ വാഷ് നമ്മൾ ഹോട്ട് വാട്ടറിൽ, അതായത് ബോയിലിംഗ് വാട്ടറിലാണ് നമ്മൾ കഴുകുക. അതിനാവശ്യമുള്ള ബോയിലിംഗ് വാട്ടറൊക്കെ നമുക്ക് ഈ ബോയിലറിൽ നിന്നുള്ള സ്റ്റീം വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബോയിലർ നമ്മൾ കത്തിക്കുന്നത് ഇവിടുത്തെ വേസ്റ്റ് മെറ്റീരിയലായ ഈ ചിരട്ട പീസുകളും ചകിരിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോയിലർ കത്തിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീമാണ് നമ്മൾ ഉള്ളിലത്തെ എല്ലാ പർപ്പസിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ബോയിലിംഗ് വാട്ടറാണ്. നമ്മൾ പുറത്ത് കണ്ട ബോയിലറിൽ നിന്നുള്ള സ്റ്റീമാണ് ഇതിലാണ് ബോയിൽ ചെയ്യണത്. ഇതിൽ നമ്മളിനി ബോയിലിംഗ് വാട്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ 3rd ഫൈനൽ വാഷ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡിസെൻറ്റിഗ്രേറ്റർ എന്ന് പറഞ്ഞ മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പൊടിക്കുന്നു. ഓക്കെ, അങ്ങനെ ബോയിലിംഗ് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇതാണ് ഡിസെൻറ്റിഗ്രേറ്റർ എന്ന് പറഞ്ഞ മെഷീൻ. ഈ മെഷീനിൽ വെച്ചിട്ട് നമ്മളിത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസെൻറ്റിഗ്രേറ്റർ എന്ന് പറഞ്ഞ മെഷീനിൽ വെച്ചിട്ട് നമ്മളിത് പൊടിച്ചെടുക്കും. എന്നിട്ടാണ് തേങ്ങാപ്പാലാക്കുന്നത്. ഈ മെഷീൻ്റെ പേരാണ് ഡബിൾ സ്ക്രൂ പ്രസ്. ഇതിലാണ് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്. അതായത് പൊട്ടിച്ച തേങ്ങാപ്പാൽ അവിടെ നിന്ന് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഈ മെഷീനിൽ കൂടെ പാല് വരും. ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ തേങ്ങാപ്പാൽ ഒരു 80 ഡിഗ്രി നമ്മൾ ചൂടാക്കിയ തേങ്ങാപ്പാലാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ 70 ഡിഗ്രിയിലും താഴാതെ വേണം നമ്മൾ പാക്ക് ചെയ്യാൻ, ആ ചൂടിൽ. ആ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യുക. ഇപ്പോൾ ഇതിൽ നിന്ന് അണുക്കളൊന്നും ഇല്ലാതെ സ്റ്റെറിലൈസ് ചെയ്ത പോലെയാണ് ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ. ഇതാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ 200 ml പാക്കാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീനിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുക. ഡബിൾ പാസ്ചറൈസേഷനാണ് നമ്മുടെ മെത്തേഡ്. ഇത് നമ്മൾ നല്ല ഹൈജീനിക്കായ രീതിയിൽ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ പാക്കറ്റ് ബൾജായിട്ട് അത് പൊട്ടും. ഇത് നമ്മളിങ്ങനെ ട്രേകളിലാക്കിയിട്ടാണ് നമ്മളിത് കൊണ്ട് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീനിൽ കൊണ്ടുപോയി വെക്കും. അതിൽ വെച്ചിട്ടാണ് പാസ്ചറൈസ് ചെയ്യുക പ്രോഡക്റ്റ്. ഇതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്ന മെഷീൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ട്രേകളിലാക്കിയിട്ട് അടുക്കി വെക്കും. ഈ എല്ലാ ട്രേകളും വെച്ചതിന് ശേഷം ഇത് നമ്മൾ അടച്ചിട്ടാണ് ടെമ്പറേച്ചർ 112 ഡിഗ്രി വരെ നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്യും. ഇതിനാവശ്യമുള്ള സ്റ്റീമൊക്കെ ആ ബോയിലറിൽ നിന്നാണ് വരിക. ഇത് ക്ലോസ് ചെയ്ത് ഇനി ഇത് ടെമ്പറേച്ചർ 112 ഡിഗ്രി വരെ നമ്മൾ ചൂടാക്കും. അതിനുശേഷം നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. അതോടെ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പാക്കറ്റ് തുടച്ചിട്ട് കാർട്ടൺ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് സെയിലിന് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ കീ പ്രോഡക്റ്റ്, കോക്കനട്ട് മിൽക്ക്. തേങ്ങാപ്പാലാണത്. അതായത് ഇനി നമുക്ക് തേങ്ങ പൊളിക്കേണ്ട, ചിരവേണ്ട, സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ പറയാറ്.
അതായത് ഇത് നമുക്ക് കറികളിൽ, അതായത് ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റ്യൂ അല്ലെങ്കിൽ ചിക്കൻ കറി, ഫിഷ് കറിയിലൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഇത് കട്ടിയുള്ള പാലാണ്, ഒന്നാം പാൽ എന്ന് പറയില്ലേ. ഇത് 200 ml ആണ് ഈ പാക്കിംഗ്. ഇത് 1 ലിറ്റർ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നമുക്കൊരു 20 പേർക്ക് പായസം ഉണ്ടാക്കാൻ 1 ലിറ്റർ മതി. അത് നമ്മുടെ നിന്ന് കാറ്ററിംഗ് യൂണിറ്റ്സ് ഒക്കെ നന്നായി വാങ്ങിക്കുന്നുണ്ട്. ഇത് നമ്മൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വളരെ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രസ്ഡ്. യാതൊരു എഡിറ്റീവ്സും ചേർക്കാണ്ട് 100% പ്യുവർ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതായത് തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണിത്. തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ മാറ്റി എടുക്കുന്ന സെൻട്രിഫ്യൂഗൽ മെത്തേഡ് വഴി ചെയ്യുന്നതാണിത്. ഇപ്പോൾ ഇതന്നെ നമ്മൾ പല സെഗ്മെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാനും നല്ലതാണ്. അൽഷിമേഴ്സിനെതിരായിട്ടുള്ളൊരു മെഡിസിനായിട്ട് ഇതിപ്പോൾ വേൾഡ് വൈഡായിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. രാത്രി ഒരു ടേബിൾ സ്പൂൺ കഴിച്ച് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ മെറ്റാബോളിസം കറക്റ്റ് ആവാനും മോഷൻ കറക്റ്റ് ആവാനൊക്കെ വളരെ നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഗ്മെൻ്റായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത്, ഗ്രീൻ നട്ട്സ് ബേബി ഓയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജനിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്കിത് തേപ്പിച്ച് കുളിക്കാം. ഉണ്ണിയുടെ വായയിൽ പോയാലും നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലൊരു 48 to 49.5% വരെ ലോറിക് ആസിഡാണ്. ഈ സെയിം ലോറിക് ആസിഡ് തന്നെയാണ് അമ്മയുടെ മുലപ്പാലിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണത്തെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ ഡയപ്പറിൻ്റെ റാഷസ് ആയാലോ കുട്ടികളുടെ ചെറിയ സ്കിൻ ഇൻഫെക്ഷൻസൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് മാറും ഇത് പുരട്ടിക്കഴിഞ്ഞാൽ. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഗ്ലാസ് ബോട്ടിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ US-ലേക്കൊക്കെ അയക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറിൽ ഇത് കട്ടിയാകുമ്പോൾ അവർക്ക് സ്പൂൺ കൊണ്ട് എടുക്കാനും നമുക്ക് വൈഡ് മൗത്ത് ബോട്ടിലാണ് നല്ലത്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഗ്ലാസ് ബോട്ടിൽ കുറച്ചും കൂടി ഹൈജീനിക്കും ഹെൽത്ത് ഓറിയൻറ്റഡും ആയതുകൊണ്ട് അത് ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇത് 1/2 ലിറ്ററും അതുപോലെ നമ്മൾ വൈഡ് മൗത്തായിട്ട് നമ്മൾ അവിടേക്ക് പുറത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹെയർ ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ബീ വാക്സ്, തേനീച്ചയുടെ മെഴുകും, വെർജിൻ ഓയിലും പിന്നെ ഒരു എക്സ്ട്രാക്റ്റ് സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് ഡാൻഡ്രഫ് വരാതിരിക്കാൻ നല്ലതാണ്. അതായത് സ്കിൻ മസാജ് ചെയ്യാം. തലയിൽ നമ്മൾ ഹെയറിൻ്റെ ഇടയിൽ കൂടെ നമുക്കിത് മസാജ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പിന്നെ ഡാൻഡ്രഫ് വരാതിരിക്കാനും ഹെയർ ഫോൾ തടയാനും ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് ജെൻസാണ് കൂടുതൽ വാങ്ങിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന്. മുടി ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും, ഷൈനിങ് ആയിട്ട് അതുപോലെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ കോക്കനട്ട് പിക്കിൾ, തേങ്ങ അച്ചാർ എന്ന് പറയാം. നമ്മൾ തേങ്ങ ചെറുതായിട്ട് നല്ലോണം മൂപ്പെത്തിയ തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെർജിൻ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നാച്ചുറൽ വേയിൽ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കുന്ന കോക്കനട്ട് പിക്കിളാണിത്. ഇത് ചട്നി, കോക്കനട്ട് ചട്നിയാണിത്. അതായത് കോക്കനട്ട് പൗഡറിൽ നമ്മൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ലിക്വിഡായിട്ട് വേണമെന്നുവെച്ചെങ്കിൽ നമ്മളത് എണ്ണ വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് എത്ര ചട്നി ലൂസാക്കണം അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ പൗഡർ ഇട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, കോക്കനട്ട് വാട്ടർ വിനെഗർ. അതായത് തേങ്ങ വെള്ളത്തിൽ നിന്ന് നമ്മൾ വിനാഗിരി ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോഡിയിൽ നിന്നാണ്. പിന്നെ വെർജിൻ ഓയിൽ ഇത് 100 ml. നമ്മൾ CFTRI മൈസൂരിൽ നിന്നാണ് എനിക്കിതിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്, വെർജിൻ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ഇത് കോക്കനട്ട് ഓയിൽ, സാധാരണ വെളിച്ചെണ്ണ. ഇത് നമ്മൾ 2 തരം ബോട്ടിൽ ഇറക്കുന്നുണ്ട്. ഇത് HDP ബോട്ടിൽ, ചിലരിത് സ്പെഷ്യലായിട്ട് ചോദിക്കും HDP ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലും അല്ല, ഇതാകുമ്പോൾ ഒരു 10 രൂപ കുറവാണ്. ഇത് പെറ്റ് ബോട്ടിലും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ. അതായത് തേങ്ങാപ്പൊടിയാണത്, ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പൗഡറാണ്. ഇത് നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങ ചെരുവിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ കോക്കനട്ട് മിൽക്ക് 1 ലിറ്റർ പാക്കാണ്. ഇതിൽ നമുക്ക് ഒരു കാറ്ററിംഗുകാരൊക്കെ സാധാരണ ഇതാണ് കൊണ്ടുപോകാറ്. ഇത് നമുക്ക് ഒരു 20 പേർക്ക് ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റും.
ഒരു സദ്യക്കൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പ്രോഡക്റ്റും കൂടി നമുക്ക് ഉണ്ട്. അതായത് ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ ആൻഡ് മേക്കപ്പ് റിമൂവർ ആണ് നമ്മൾ 2 ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ലൈസൻസിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് പ്രോഡക്ട്സ് മനസ്സിലുണ്ട്. അത് അടുത്ത് തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാനിത് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത്. നാളികേരത്തിനെ കാണുമ്പോൾ തലയിൽ വീഴുമെന്ന് പേടിച്ച് നടന്നിരുന്ന ഒരാളാണ്. അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹസ്ബൻഡ് ബോൺ ആൻഡ് ബർത്ത് ഓഫ് ബോംബെ ആണ് ആയിരുന്നത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ നാട്ടിൽ എത്തി സ്ഥലം എടുത്ത് വീട് പണിതതാണ് ഇവിടെ എങ്ങണ്ടിയൂർ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. ബോറടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതിൽ ഇവിടെ പുതിയതായി തുടങ്ങിയ ഒരു യൂണിറ്റിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്, ഒരു മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലായത്. നാളികേരത്തിനെ പറ്റിയിട്ടും നല്ല വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിൽ ജീവിച്ചിട്ട് പലർക്കും ഇപ്പോഴും വെർജിൻ ഓയിൽ എന്താണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ പലർക്കും അറിയില്ല. എനിക്കിതൊരു ബിസിനസ് മാത്രമല്ല, ഇതൊരു പാഷനും കൂടിയാണ്. ഈ നാളികേരത്തിൽ നിന്ന് ഇനി ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെന്നും അതിൻ്റെ വാല്യൂ ലോകം മുഴുവൻ അറിയട്ടെ എന്നും നാളികേരത്തിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാ സ്ഥലത്തും എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഇവിടെ ഒരുപാട് പേര് പുതിയ യൂണിറ്റ് തുടങ്ങണതിനെ പറ്റി ചോദിച്ചു വരാറുണ്ട്. കോളേജുകളിൽ സ്കൂളിലൊക്കെ ഞാനിതിന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്നതെല്ലാതും ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ബിസിനസ് തുടങ്ങട്ടെ എന്നുള്ളതും നമ്മുടെ ഈ കേരളത്തിൻ്റെ പെരുമ ലോകം മുഴുവൻ എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.